റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പകലിൻ്റെ തുടക്കത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞാൽ തന്നെ 4 റക്അത്ത് നമസ്കരിക്കുക. 4 റക്അത്ത് നമസ്കരിക്കുക. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ നുഐം ഇബ്നു ഹമ്മാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയാണ്, യാ ഇബ്ന ആദം, ആദമിന്റെ മക്കളെ, ലാ തുഅ്ജിസ്നി മിൻ 4 റക്അാത്തിൻ ഫീ അവ്വലി നഹാരിക്, നിങ്ങളുടെ പകലിന്റെ തുടക്കത്തിൽ 4 റക്അത്ത് നമസ്കരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ദുർബലത കാണിക്കല്ലേ, നിങ്ങളത് പതിവായി ചെയ്യൂ. എങ്കിൽ അക്ഫിക ആഖിറഹു, ആ പകലിന്റെ ബാക്കി ഭാഗം നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത് ഇത് ളുഹാ നമസ്കാരമാണോ അതല്ല ഇത് വേറെ തന്നെയാണോ, അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടാണെങ്കിലും ശരി, ളുഹാ നമസ്കാരത്തിന്റെ നിയ്യത്തിൽ പകലിന്റെ ആദ്യത്തിൽ ഈ 4 റക്അത്ത് വന്നാൽ മതി. കാരണം ഹദീസിൽ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? പകലിന്റെ തുടക്കത്തിൽ 4 റക്അത്ത് എന്നാണ് വന്നത്. അതെപ്പോഴാണ്? ഫജ്റിന് ശേഷമാണോ? അല്ല, തുലൂഉ ശംസിന് ശേഷമാണ്. വേറെ ഹദീസുകളിൽ അതങ്ങനെ വന്നിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചതിന് ശേഷം, പക്ഷെ ഉടനെ പാടില്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ 4 റക്അത്ത് നമസ്കരിച്ചാൽ. കാരണം എത്രയും നേരത്തെ ആയാൽ അത്രയും നേരത്തെ സംരക്ഷണം കിട്ടും. വൈകിപ്പിക്കാതിരിക്കലാണ് ഖൈർ. അതാണ് അവ്വലുൻ നഹാർ, പകലിന്റെ തുടക്കം, അത് ഏറ്റവും തുടക്കമാവാൻ ശ്രദ്ധിച്ചാൽ അഖ്ഫിക ആഖിറഹു എന്നാണ്. ഞാൻ മതി നിനക്ക് ആ ദിവസത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന്. അൽഹംദുലില്ലാ, അഖ്ഫിക അല്ലാഹു ആ പറയുന്നത്, ഞാൻ മതി നിനക്ക്. റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാകും ഇൻഷാ അല്ലാഹു തആല.